നമസ്കാരം. പ്രധാന വാർത്തകൾ. സിംഗപ്പൂർ എയർലൈൻസ് വിമാനം ആകാശച്ചുഴിയിൽപ്പെട്ട അപകടം. 31,000 അടി താഴ്ചയിലേക്ക് പതിച്ചു. ഹൃദയാഘാതത്തെ തുടർന്ന് ബ്രിട്ടീഷ് പൗരൻ മരിച്ചു. ഗവർണർക്ക് ഹൈക്കോടതിയിൽ തിരിച്ചടി. കേരള സർവകലാശാല സെനറ്റിലേക്കുള്ള നാമനിർദ്ദേശം റദ്ദാക്കി. 6 ആഴ്ചയ്ക്കകം പുതിയ നാമനിർദ്ദേശം നൽകണം. രാഷ്ട്രീയ കളിക്കേറ്റ തിരിച്ചടിയെന്ന് എം വി ഗോവിന്ദൻ. കോടതി ഉത്തരവ് സ്വാഗതം ചെയ്ത് മന്ത്രി പി രാജീവ്. പെരുമഴ തുടരുന്നു. തിരുവനന്തപുരത്തും പത്തനംതിട്ടയിലും ഓരോ മരണം. വെള്ളത്തിൽ മുങ്ങി ഇപ്പോഴും തലസ്ഥാനം. പത്തനംതിട്ടയിലും ഇടുക്കിയിലും നാളെ റെഡ് അലർട്ട്. 8 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. ആശുപത്രികളിലെ ചികിത്സാ പിഴവിൽ ഉന്നതതല യോഗം വിളിച്ച ആരോഗ്യമന്ത്രി. നാളത്തെ യോഗത്തിൽ പങ്കെടുക്കാൻ സൂപ്രണ്ടുമാർക്ക് നിർദ്ദേശം. ജീവനെടുത്ത് അമീബിക് മെനിഞ്ചൈറ്റിസ്. ചികിത്സയിലിരുന്ന 5 വയസ്സുകാരി മരിച്ചു. ഇ പി ജയരാജൻ വധശ്രമക്കേസിൽ കെ സുധാകരൻ കുറ്റവിമുക്തൻ. സുധാകരൻ വിചാരണ നേരിടേണ്ടെന്ന് ഹൈക്കോടതി. സെഷൻസ് കോടതി ഉത്തരവ് റദ്ദാക്കി. ഇടതുപക്ഷത്തിനേറ്റ തിരിച്ചടിയെന്ന് സുധാകരൻ. സുപ്രീം കോടതിയിലേക്കെന്ന് ജയരാജൻ. KSRTC ഡ്രൈവറുമായുള്ള തർക്കത്തിൽ മേയറുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തി കോടതി. മേയർ ഹാജരായത് തിരുവനന്തപുരം ചീഫ് മജിസ്ട്രേറ്റ് കോടതിയിൽ. ഞാൻ എന്താ വിട്ടുകളഞ്ഞെന്നറിയാമോ? എന്റെ ഭാഗത്ത് തെറ്റായോണ്ടാ. നീ ആരോടെങ്കിലും പറഞ്ഞ കൊലവിളി മുഴക്കി ഗുണ്ടകൾ. കൊച്ചിയിലെ രഹസ്യ കേന്ദ്രത്തിൽ യുവാവിനെ മുട്ടിൽ നിർത്തി ഭീഷണിപ്പെടുത്തി. 200 ഗുണ്ടകളെ ഓപ്പറേഷൻ ആഗിൽ പിടികൂടിയെന്ന് ആലുവ റൂറൽ SP. വിമാനാപകടത്തിൽ പ്രസിഡന്റ് കൊല്ലപ്പെട്ടതിൽ അമേരിക്കയെ പ്രതിക്കൂട്ടിലാക്കി ഇറാൻ. അമേരിക്കൻ ഉപരോധമാണ് അപകടത്തിന് ഒരു കാരണമെന്ന് വിദേശകാര്യമന്ത്രി. ഇറാനിൽ ദുഃഖാചരണം തുടരുന്നു. വാർത്തയിലേക്ക് വിശദമായി. വിമാന അപകടത്തിൽ പ്രസിഡന്റ് കൊല്ലപ്പെട്ടതിൽ അമേരിക്കയെ പ്രതിക്കൂട്ടിലാക്കി ഇറാൻ. അമേരിക്കൻ ഉപരോധമാണ് അപകടത്തിന് കാരണമെന്ന് വിദേശകാര്യമന്ത്രി പറഞ്ഞു. ഇറാനിൽ ദുഃഖാചരണം തുടരുകയാണ്. ഇപ്പോൾ നമ്മൾ കാണുന്നത് വിമാനം ആകാശച്ചുഴിയിൽപ്പെട്ട അപകടമുണ്ടായതിൻ്റെ ദൃശ്യങ്ങളാണ്. 30,000 അടി താഴ്ചയിലേക്കാണ് ഈ വിമാനം പെട്ടത്. പക്ഷേ വലിയ അപകടങ്ങൾ ഇല്ലാതെ ഭാഗ്യം കൊണ്ട് മാത്രം രക്ഷപ്പെടുകയായിരുന്നു. ഒരു ബ്രിട്ടീഷ് പൗരൻ മരിച്ചിട്ടുണ്ട്. അത് ഹൃദയാഘാതം. ഈ അപകടത്തിൻ്റെ ആഘാതത്തിൽ ഹൃദയാഘാതം മൂലമാണ് ബ്രിട്ടീഷ് പൗരൻ മരിക്കുന്ന സാഹചര്യം ഉണ്ടായത്. മറ്റ് വലിയ കാഷ്വാലിറ്റികൾ ഇല്ല എന്നതാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. വിമാനത്തിനകത്തു നിന്നുള്ള ചിത്രങ്ങൾ കൂടിയാണ് നമ്മളിപ്പോൾ കാണുന്നത്. സുവി വിശ്വനാഥൻ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുകയാണ്. സുവി, സിംഗപ്പൂർ എയർലൈൻസ് വിമാനമാണ് ആകാശച്ചുഴിയിൽപ്പെട്ട് വലിയ അപകടമുണ്ടായിരിക്കുന്നത്. ഇതിൽ 30 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്ന വിവരമുണ്ട്. അവരുടെ പരിക്കുകൾ സാരമുള്ളതാണോ? എന്താണ് നമുക്കിപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ? രേണുക, ലണ്ടനിൽ നിന്ന് വരികയായിരുന്ന വിമാനമാണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. അതിൽ 211 യാത്രക്കാരും 18 ക്രൂ മെമ്പേഴ്സുമാണ് ഉണ്ടായത്. ആകാശച്ചുഴിയിൽ പെട്ടു എന്നാണ് വിവരം. ഉടൻ തന്നെ അവിടെ തൽക്ഷണം തന്നെ അതിലെ ഒരു യാത്രക്കാരൻ, ബ്രിട്ടീഷ് പൗരൻ, മരിക്കുകയും ചെയ്തു. ബാക്കിയുള്ളവർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. 37,000 അടിയിലായിരുന്നു ഈ വിമാനം സഞ്ചരിച്ചു കൊണ്ടിരുന്നത്. അതിനുശേഷം ഇത് 31,000 അടി താഴ്ചയിലേക്ക് വീണു എന്നാണ് താഴ്ചയിലേക്ക് വന്നു എന്നാണ് പറയുന്നത്. ഇതിനെ തുടർന്ന് ബാങ്കോക്കിലെ വിമാനത്താവളത്തിൽ ഈ വിമാനം അടിയന്തരമായി ഇറക്കുകയായിരുന്നു. ബാങ്കോക്കിലെ സുവർണഭൂമി എയർപോർട്ടിലാണ് വിമാനം അടിയന്തരമായി ഇറക്കിയിരിക്കുന്നത്. ബോയിങ് 777-300 ER എന്ന വിമാനമാണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. ഏതായാലും യാത്രക്കാർക്ക് പരിക്കുണ്ട് എന്ന വിവരങ്ങളാണ് നമുക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇത് സംബന്ധിച്ച് എത്രത്തോളം വലിയ ഗുരുതരമായ പരിക്കാണ് ഇത് എന്നത് സംബന്ധിച്ച് ഒരു കൃത്യമായ വിവരത്തിലേക്ക് എത്തിയിട്ടില്ല. ഏതായാലും ഇവർക്ക് അടിയന്തര ശുശ്രൂഷകൾ നൽകിക്കൊണ്ടിരിക്കുന്നു എന്നാണ് നമുക്ക് വിവരം ലഭിക്കുന്നത്. ഏതായാലും വലിയ ദുരന്തമാണ് ഉണ്ടായത്. ഏറ്റവും നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം, അടിയന്തരമായി ഇറക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ ഈ ദുരന്തത്തിന്റെ ഒരു വ്യാപ്തി അത് വലിയ തോതിലേക്ക്
തോതിലേക്ക് ഉണ്ടാകുമായിരുന്നു എന്ന് വ്യക്തമാണ്. 211 യാത്രക്കാരും 18 ക്രൂ മെമ്പേഴ്സുമായി യാത്ര ചെയ്യുകയായിരുന്നു ഈ വിമാനം എന്നാണ് പറയുന്നത്. സിംഗപ്പൂർ എയർലൈൻസിന്റെ വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. നേരത്തെ സിംഗപ്പൂർ എയർലൈൻസിന്റെ വിമാനം ഇത്തരത്തിൽ ഒരു അപകടത്തിൽപ്പെട്ടിരുന്നു. അത് 2000-ലാണ്. അന്ന് ഉണ്ടായ കാഷ്വാലിറ്റി എന്ന് പറയുന്നത് 83 പേർ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ഏതായാലും 3:45-നാണ് അപകടം ഉണ്ടായത്. ലണ്ടനിൽ നിന്ന് പുറപ്പെട്ട വിമാനമാണ് അപകടത്തിൽ പെട്ടിരിക്കുന്നത്. ഇതിൽ 211 യാത്രക്കാരുണ്ടായിരുന്നു. വലിയ നിലവിൽ അതായത് അടിയന്തര ലാൻഡിംഗ് നടത്താനുണ്ടായ ഒരു സാഹചര്യം എന്ന് പറയുന്നത് അടിയന്തര ലാൻഡിംഗ് നടത്തുകയും മറ്റും ഉണ്ടാവുകയും ചെയ്തു. രേണുക, സുവി വിശ്വനാഥനാണ് വിവരങ്ങൾ നൽകിയത്. ഒരു യാത്രക്കാരൻ മരിക്കുകയും 30ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു എന്ന വിവരമാണ് ഏറ്റവും ഒടുവിൽ ഈ അപകടവുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്നത്. വിമാനാപകടത്തിൽ പ്രസിഡന്റ് കൊല്ലപ്പെട്ടതിൽ അമേരിക്കയെ പ്രതിക്കൂട്ടിലാക്കി ഇറാൻ. അമേരിക്കൻ ഉപരോധമാണ് അപകടത്തിനൊരു കാരണമെന്ന് വിദേശകാര്യമന്ത്രി പറഞ്ഞു. ഇറാനിൽ ദുഃഖാചരണം തുടരുകയാണ്. രഞ്ജിത്ത് രാമചന്ദ്രൻ വിവരങ്ങളുമായി ചേരുകയാണ്. രഞ്ജിത്ത്, എന്താണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ? ഈ വിമാന അപകടവുമായി ബന്ധപ്പെട്ട് രേണുക ഒരുപാട് അഭ്യൂഹങ്ങൾ പ്രചരിച്ചിരുന്നു. പക്ഷേ ഇന്ന് ഉന്നതതല അന്വേഷണം കഴിഞ്ഞ ദിവസം ഇറാൻ പ്രഖ്യാപിച്ചു. അത് ആരംഭിച്ച പശ്ചാത്തലം ചേർത്ത് വായിക്കണം. അപ്പോഴും ഈ ഉപരോധവുമായി ബന്ധപ്പെട്ട ചില വാദങ്ങളാണ് ഇറാൻ വിദേശകാര്യമന്ത്രി മുന്നോട്ട് വെക്കുന്നത്. ജവാദ് സരീഫ്, ഈ ഇറാന്റെ ഫോറിൻ മിനിസ്റ്ററാണ് അമേരിക്കയെ കുറ്റപ്പെടുത്തി രംഗത്ത് വന്നിരിക്കുന്നത്. കാരണം അദ്ദേഹം പറയുന്നത് മറ്റൊന്നുമല്ല, ഈ ഉപരോധങ്ങൾ അമേരിക്ക ഏർപ്പെടുത്തിയ ആണവ ഉപരോധമടക്കമുള്ള പലവിധ പ്രശ്നങ്ങളാൽ വലയുന്ന ഒരു രാജ്യമാണ്. ഏതാണ്ട് ഒറ്റപ്പെട്ട ഒരു രാജ്യമാണ് ഇറാൻ. അമേരിക്ക പിന്നാലെ മറ്റു മിക്ക രാജ്യങ്ങളും ഇറാനെതിരെ ഈ ആണവ പരീക്ഷണവുമായൊക്കെ ബന്ധപ്പെട്ട ഉപരോധം ഏർപ്പെടുത്തിയ പശ്ചാത്തലമുണ്ട്. അതുകൊണ്ട് തന്നെ സാങ്കേതിക വിദ്യകൾ, വിമാനവുമായി ബന്ധപ്പെട്ട ഈ ഹെലികോപ്റ്ററുകളുമായി ബന്ധപ്പെട്ട സാങ്കേതിക വിദ്യകൾ ലഭിക്കാത്ത ഒരു രാജ്യമാണ്. അത്യന്താധുനിക ഈ എക്യുപ്മെന്റുകൾ, വിമാന എക്യുപ്മെന്റുകൾ അടക്കം ലഭിക്കാത്ത ഒരു പശ്ചാത്തലം ഇറാനുണ്ട്. നമുക്കറിയാം, ഈ അപകടം നടന്നത് 60 വർഷം പഴക്കമുള്ള ഹെലികോപ്റ്ററിനാണ് എന്നതുകൂടി ചേർത്ത് വായിക്കണം. ഈ ഹെലികോപ്റ്റർ ഒരു തരത്തിലും ആധുനികവൽക്കരിക്കാനുള്ള യാതൊരു തരത്തിലുള്ള സംവിധാനങ്ങളോ അതിനുള്ള കാര്യങ്ങളോ ഒന്നും ഇറാനുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഈ അപകടത്തിൻ്റെ വ്യാപ്തി അതിനെ വേറൊരു തലത്തിലേക്ക് എത്തിക്കുന്നത്. സ്വാഭാവികമായും പ്രസിഡന്റിനെ പോലെ ഉള്ള ഒരാൾ പോലും 60 വർഷം പഴക്കമുള്ള ഹെലികോപ്റ്ററിൽ യാത്ര ചെയ്യേണ്ടി വരുന്ന ഗതികേടാണ് ഈ വിദേശകാര്യമന്ത്രി ചൂണ്ടിക്കാട്ടുന്നത്. ഈ കാലപ്പഴക്കവും ഈ ടെക്നിക്കൽ പ്രശ്നങ്ങളുമൊക്കെയാണ് ഈ ദുരന്തത്തിന് കാരണം എന്നത് പ്രധാനമായി ഇപ്പോൾ തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. ഒപ്പം മോശം കാലാവസ്ഥയും കൂടി ചേർത്ത് വായിക്കണം. അവിടെയാണ് അമേരിക്കയെ കുറ്റപ്പെടുത്തുന്ന ഒരു പശ്ചാത്തലം ഒരുങ്ങുന്നത്. ഏതായാലും ഇറാന്റെ ചീഫ് ഓഫ് സ്റ്റാഫ് മുഹമ്മദ് ബഗേരി ഇതുമായി ബന്ധപ്പെട്ട ഒരു ജുഡീഷ്യൽ അന്വേഷണം ഉത്തരവിട്ടിട്ടുണ്ട്. അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. പക്ഷേ മറ്റെന്തെങ്കിലും ദുരൂഹതകൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ട് എന്ന കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള ആരോപണങ്ങളും ഇറാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നില്ല എന്നും ശ്രദ്ധേയമാണ്. മരിച്ച പ്രസിഡന്റിന്റെ സംസ്കാര ചടങ്ങുകൾ ആരംഭിച്ചു കഴിഞ്ഞു. ഈ പറഞ്ഞ പ്രാർത്ഥനാ ചടങ്ങുകൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള ഖൊമേനി തന്നെയാണ് ഇത്തരം ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുന്നത്. 5 ദിവസം ദുഃഖാചരണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. 50 ദിവസത്തിനകം പുതിയ പ്രസിഡന്റ് തെരഞ്ഞെടുക്കാനുള്ള ഭരണഘടനാപരമായ നടപടികളും ഇറാനിൽ ആരംഭിച്ചു കഴിഞ്ഞു. രഞ്ജിത്ത് രാമചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. ഗവർണർക്ക് ഹൈക്കോടതിയിൽ തിരിച്ചടി. കേരള സർവകലാശാല സെനറ്റിലേക്കുള്ള ഗവർണറുടെ നാമനിർദ്ദേശങ്ങൾ ഹൈക്കോടതി റദ്ദാക്കി. 6 ആഴ്ചയ്ക്കകം പുതിയ നാമനിർദ്ദേശം നൽകാൻ ഉത്തരവിട്ടു. ആജ്ഞ രവീന്ദ്രന്റെ റിപ്പോർട്ടിലേക്ക്. കേരള സർവകലാശാല സെനറ്റിലേക്ക് ഗവർണർ നോമിനേറ്റ് ചെയ്ത 4 വിദ്യാർത്ഥികളുടെ നോമിനേഷൻ ഹൈക്കോടതി റദ്ദാക്കി. ഈ 4 വിദ്യാർത്ഥികളെ നോമിനേഷൻ ചെയ്യാനുള്ള അടിസ്ഥാന യോഗ്യത എന്താണെന്ന് ഹൈക്കോടതി ആരാഞ്ഞപ്പോൾ ഗവർണർ ചാൻസലറാണ്, തനിക്ക് സ്വന്തം നിലയ്ക്ക് നോമിനേറ്റ് ചെയ്യാമെന്നായിരുന്നു ഗവർണർ കോടതിയെ ബോധിപ്പിച്ചത്. സ്പോർട്സ്, സയൻസ്, ഹ്യൂമാനിറ്റീസ്, അതുപോലെ ഫൈനാൻസ് എന്നീ വിഭാഗങ്ങളിൽ നിന്നുള്ള 4 വിദ്യാർത്ഥികളെയാണ് ഗവർണർ നോമിനേറ്റ് ചെയ്തത്. അതേസമയം സർക്കാർ നോമിനേറ്റ് ചെയ്ത 2 വിദ്യാർത്ഥികളുടെ നോമിനേഷൻ ഹൈക്കോടതി ശരിവെക്കുകയും ചെയ്തു. സിൻഡിക്കേറ്റിലേക്ക് ഷിജു ഖാൻ, ആർ രാജേഷ്, അതുപോലെ മുരളീധരൻ പിള്ള എന്നിവരുടെ നോമിനേഷനും സർക്കാർ ഹൈക്കോടതി ശരിവെക്കുന്ന സാഹചര്യമുണ്ടായി. എന്തൊക്കെയായാലും കഴിഞ്ഞ കുറേ നാളുകളായി ഗവർണർക്കെതിരെ ഗവർണർ ABVP പ്രവർത്തകരെ സെനറ്റിലേക്ക് കുത്തിത്തിരുകാനുള്ള ഏർപ്പാടുകൾ ചെയ്യുന്നു എന്നുള്ള ആരോപണം ശക്തമായിരുന്നു. അതിനെതിരെയാണ്, ഗവർണർക്ക് ഏറ്റ തിരിച്ചടിയാണ് ഈ കാര്യത്തിൽ ഉണ്ടായത് എന്നാണ് പൊതുസമൂഹം വിലയിരുത്തുന്നത്. ഹൈക്കോടതി നടപടി ഗവർണറുടെ രാഷ്ട്രീയ കളിക്കേറ്റ തിരിച്ചടിയെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. സംസ്ഥാന സർക്കാരിനെ പ്രതിസന്ധിയിലാക്കാൻ ഗവർണറെ ഉപയോഗിച്ച് സംഘപരിവാർ നടത്തിയ ഇടപെടലുകളാണ് കോടതി വിധിയിലൂടെ തുറന്നു കാട്ടപ്പെട്ടിരിക്കുന്നതെന്ന് MV ഗോവിന്ദൻ വാർത്താക്കുറിപ്പിൽ പറഞ്ഞു. വിധി സ്വാഗതാർഹമെന്ന് മന്ത്രി P രാജീവ്. സർക്കാർ സംവിധാനങ്ങളെപ്പോലും നിയമപ്രകാരമാണ് പ്രവർത്തിക്കുന്നത്.
സർക്കാർ നോമിനേഷനുകളൊന്നും നിയമവിരുദ്ധമല്ല എന്നും മന്ത്രി പി രാജീവ് പറഞ്ഞു. വിധി സ്വാഗതാർഹമാണ്. കാരണം യൂണിവേഴ്സിറ്റികൾ പ്രവർത്തിക്കുമ്പോൾ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിൽ ബംഗാൾ വൈസ് ചാൻസലർമാരുടെ നിയമനത്തിൽ സംസ്ഥാന സർക്കാരിനുള്ള അവകാശങ്ങൾ സൂചിപ്പിക്കുകയുണ്ടായി. അപ്പോൾ ഭരണഘടനാപരമായിട്ട് പ്രവർത്തിക്കേണ്ട ഗവർണർ ചാൻസലർ എംഎൽഎയിൽ പ്രവർത്തിക്കുന്നത് നിയമപ്രകാരമാണ്. നിയമസഭ പാസാക്കിയ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ അത് ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കേണ്ടതാണെന്ന കാഴ്ചപ്പാടാണ് ഗവൺമെന്റിനുള്ളത്. അപ്പോൾ അതിന് വിരുദ്ധമായി രാഷ്ട്രീയ താല്പര്യങ്ങൾ വെച്ചുകൊണ്ട് ചില നോമിനേഷൻ നടത്തിയത് തെറ്റായി പോയി നമ്മുടെ നിലപാട് ഞങ്ങൾ സ്വീകരിച്ചിരുന്നു. ഇപ്പോഴത്തെ വിധി അത് സംബന്ധിച്ച് സ്വാഗതാർഹമാണ്. സംസ്ഥാനത്ത് 2 ദിവസം കൂടി ശക്തമായ മഴ തുടരും. തിരുവനന്തപുരത്ത് മഴ കുറഞ്ഞെങ്കിലും ദുരിതം ഒഴിഞ്ഞിട്ടില്ല. പോത്തൻകോട് വീടിന്റെ ചുമരിടിഞ്ഞു വീണ് വീട്ടമ്മ മരിച്ചു. പോത്തൻകോട് ഇടത്തറ സ്വദേശി ശ്രീകലയാണ് മരിച്ചത്. തലസ്ഥാനത്തെ വെള്ളക്കെട്ട് ചർച്ച ചെയ്യാൻ മന്ത്രി വി ശിവൻകുട്ടിയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. പത്തനംതിട്ടയിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ ഒരാളുടെ മൃതദേഹം കണ്ടെത്തി. അടൂർ പള്ളിക്കലാറ്റിൽ കാണാതായ ഗോവിന്ദന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. തൊടുപുഴയ്ക്കടുത്ത് കൂവക്കണ്ടത്ത് 4 വയസ്സുകാരൻ കുളത്തിൽ മുങ്ങി മരിച്ചു. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ച തിരൂരങ്ങാടി മുന്നിയൂർ സ്വദേശി ഫത്വയുടെ ഖബറടക്കം നടന്നു. മുന്നിയൂർ കളിയാട്ടുമുക്ക് ജുമാ മസ്ജിദ് ഖബറിസ്ഥാനിലായിരുന്നു ഖബറടക്കം. ഇന്നലെ രാത്രിയാണ് വെന്റിലേറ്ററിലായിരുന്ന ഫത്വയുടെ മരണം സ്ഥിരീകരിച്ചത്. വിദേശത്തു നിന്നും മരുന്നെത്തിച്ച് ചികിത്സ നൽകാൻ ശ്രമം നടന്നെങ്കിലും ഫലം കണ്ടിരുന്നില്ല. കടലുണ്ടിപ്പുഴയിൽ നിന്നാണ് കുട്ടിക്ക് അമീബ ബാധയുണ്ടായതെന്ന് കണ്ടെത്തിയിരുന്നു. ഈ മാസം 12-നാണ് കുട്ടിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചത്. അതീവ ഗുരുതരാവസ്ഥയിലായിരുന്ന കുട്ടിയെ വെന്റിലേറ്ററിലേക്ക് മാറ്റിയിരുന്നു. അമീബിക് മസ്തിഷ്ക ജ്വരത്തിന് മരുന്ന് ലഭ്യമാക്കാൻ കഴിയാത്തതാണ് ചികിത്സയ്ക്ക് പ്രതിസന്ധിയായത്. ആ കുട്ടിയുടെ രോഗത്തിന് പറ്റിയ മരുന്ന് നമ്മുടെ നാട്ടിലില്ല, ഇന്ത്യയിലില്ല. അത് വിദേശ രാജ്യത്തുണ്ട്, അത് എത്തിക്കുമെന്ന് അധികാരികൾ ഉറപ്പ് നൽകിയിരുന്നെങ്കിലും അത് ലഭ്യമായില്ല. അപൂർവ രോഗമാണെങ്കിലും കേരളത്തിലെ പുതിയ സാഹചര്യങ്ങളിൽ രോഗസാധ്യത ഇനിയുമുണ്ടെന്നാണ് ആരോഗ്യ വിദഗ്ധരുടെ മുന്നറിയിപ്പ്. രോഗം തുടക്കത്തിലെ തിരിച്ചറിയാൻ കഴിയണം. വിദേശത്തു നിന്നും മരുന്ന് കേരളത്തിലെത്തിക്കണം. മുമ്പ് കോഴിക്കോട് തന്നെ മുമ്പേ 3-4 പ്രാവശ്യം ഒരു 4-5 വർഷത്തിന്റെ ഇടയിൽ കേസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടതാണ്. വീണ്ടും കേസ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരം കേസുകൾ വരാൻ സാധ്യത നിലനിൽക്കുന്ന സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ആ മരുന്ന് നമ്മുടെ നാട്ടിൽ ലഭ്യമാക്കുക, എത്തരം രോഗലക്ഷണങ്ങളിലാണ് ഇത് ശ്രദ്ധിക്കേണ്ടത്, അതിന് എന്ത് കൃത്യമായ ട്രീറ്റ്മെന്റ് ആണ് ഇത് കൊടുക്കേണ്ടത് എന്നുള്ള ഒരു പ്രോട്ടോകോൾ ഉണ്ടാക്കുക എന്നുള്ളതൊക്കെ നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. കുട്ടിയുടെ കൂടെ പുഴയിൽ കുളിച്ച മറ്റു കുട്ടികൾക്ക് രോഗബാധയില്ലെന്ന് പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു. വെസ്റ്റ് നൈൽ ഫീവറും ജാഗ്രത പാലിക്കേണ്ട മറ്റൊരു ഗുരുതര രോഗമാണ്. രോഗം ബാധിച്ച ഇടുക്കി സ്വദേശി ഇന്നലെ മരണപ്പെട്ടിരുന്നു. 10 പേർക്കാണ് ഇതുവരെ കേരളത്തിൽ രോഗം കണ്ടെത്തിയത്. മൺസൂൺ ആരംഭിക്കുന്നതിനാൽ മഴക്കാല രോഗങ്ങളോടും കേരളം കൂടുതൽ ജാഗ്രത പാലിക്കണം. ഇതിനിടെ മെഡിക്കൽ സർവീസിന് ആവശ്യ മരുന്നുകൾ ആശുപത്രികളിൽ വിതരണം ചെയ്യുന്നതിനായി 70 കോടി സർക്കാർ അനുവദിച്ചു. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ 4 വയസ്സുകാരിക്ക് അവയവം മാറി ശസ്ത്രക്രിയ നടത്തിയ സംഭവത്തിൽ ഡോക്ടർ ബിജോൺ ജോൺസനെ ചോദ്യം ചെയ്ത് പോലീസ്. മെഡിക്കൽ കോളേജിലെത്തിയായിരുന്നു ചോദ്യം ചെയ്യൽ. നാവിൽ കെട്ട് കണ്ടതിനെ തുടർന്ന് അടിയന്തര പ്രാധാന്യത്തോടെ ശസ്ത്രക്രിയ നടത്തുകയായിരുന്നുവെന്ന് ഡോക്ടർ പോലീസിന് മൊഴി നൽകി. ചികിത്സാ പിഴവുണ്ടായോ എന്ന് കണ്ടെത്താനുള്ള വിദഗ്ധ സമിതി യോഗം ചേർന്നു. ചികിത്സാ രേഖകളടക്കം പരിശോധിച്ച സമിതി ഡിഎംഒയ്ക്ക് റിപ്പോർട്ട് നൽകും. ചികിത്സാ പിഴവിൽ ആരോഗ്യമന്ത്രി ഉന്നതതല യോഗം വിളിച്ചു. നാളെ തിരുവനന്തപുരത്താണ് യോഗം ചേരുന്നത്. തൈക്കാട് ആശുപത്രിയിലെ ചികിത്സാ പിഴവ് ആരോപണവും ചർച്ച ചെയ്യും. 2ഇടത്തെയും സൂപ്രണ്ടുമാർ നേരിട്ട് യോഗത്തിനെത്താൻ മന്ത്രി നിർദ്ദേശിച്ചു. ജ്ഞാനായ യാക്കോബായ സഭ ഇനി സ്വതന്ത്രമായി നിൽക്കുമെന്ന് അസോസിയേഷൻ. ഉൾഭരണത്തിൽ അന്തോഖ്യ പാത്രിയാർക്കീസിന് അവകാശമില്ലെന്ന് സഭാ സെക്രട്ടറി ടി.ഒ. എബ്രഹാം പറഞ്ഞു. സഹായമെത്രാന്മാരെ ഔദ്യോഗിക പരിപാടികളിൽ സഹകരിപ്പിക്കില്ല. അതേസമയം കോട്ടയം മുൻസിഫ് കോടതിയിൽ കേസ് തീർപ്പാകുന്ന മുറയ്ക്കാകും തീരുമാനങ്ങൾ നടപ്പിലാവുക. ഇന്ന് ജ്ഞാനായ സമുദായത്തിന്റെ പരമോന്നത ബോഡിയായ ജ്ഞാനായ അസോസിയേഷൻ കൂടുകയുണ്ടായി. 2 മീറ്റിംഗ് ആണ് കൂടിയത്. രാവിലത്തെ സെക്ഷനിലെ ജ്ഞാനായ സമുദായ ഭരണഘടനയുടെ അമെൻമെന്റ് ആണ് ഞങ്ങൾ എടുത്തത്. ഞങ്ങൾ നേരത്തെ തീരുമാനിച്ചതനുസരിച്ച് ഞങ്ങളുടെ അജണ്ടയിലുണ്ടായിരുന്ന മുഴുവൻ അമെൻമെന്റുകളും ഇന്ന് പാസാക്കി, മഹാഭൂരിപക്ഷത്തോടെ പാസാക്കി. അതിനകത്ത് ഞങ്ങൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്ന സമുദായത്തിന്റെ കുറെ അമെൻമെന്റിൽ ഈ നേരിട്ട്
ഓൺലൈൻ ഉൾപ്പെടെ 365 പേര് ഇതിനകത്ത് ഇന്നത്തെ മീറ്റിങ്ങിൽ പങ്കെടുത്തു. അതിന് ആ വിദേശത്തുള്ളവരുൾപ്പെടെ ഓൺലൈനിൽ 45 പേരും 60 പേരും ബാക്കിയുള്ളവരെല്ലാം അങ്ങനെയുമാണ് പങ്കെടുത്തത്. ക്നാന യാക്കോബായ സഭയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട തീരുമാനമാണ് അവർ എടുത്തിരിക്കുന്നത്. അതായത് സഭ സ്വതന്ത്രമായി നിൽക്കുമെന്ന ഫലത്തിൽ പറയാം. ആത്മീയ അധികാരം മാത്രമായിരിക്കും പാത്രിയാർക്കീസ് ബാവയ്ക്ക് ഉണ്ടാകുക എന്നതാണ് ചിങ്ങവനത്ത് ചേർന്ന ക്നാനായ അസോസിയേഷൻ യോഗം തീരുമാനിച്ചത്. ഈ സഹായമെത്രാന്മാരായിട്ടുള്ളവരുണ്ട്, അവരുമായി ഫലത്തിൽ സഹകരിക്കില്ല. അതായത് അവരെ സഭയുടെ ഔദ്യോഗിക പരിപാടികളിൽ വിളിക്കില്ല. ഈ ക്നാനായ മെത്രാപ്പൊലീത്ത അദ്ദേഹത്തിനെതിരായ സസ്പെൻഷൻ പിൻവലിച്ചാൽ അതിന് ശേഷം മാത്രമായിരിക്കും ഇവരുമായി ഉള്ള സഹകരണം ഉണ്ടാകുക എന്നതാണ് അസോസിയേഷൻ എടുത്തിരിക്കുന്ന തീരുമാനം. എന്തായാലും ഈ അസോസിയേഷൻ തീരുമാനം ഫലത്തിൽ പ്രാബല്യത്തിൽ വരില്ല. കാരണം ഹൈക്കോടതിയുടെ ഇന്നലത്തെ ഉത്തരവ് പ്രകാരം ഈ അസോസിയേഷൻ തീരുമാനം എടുത്താൽ തന്നെ അത് കോട്ടയം മുൻസിഫ് കോടതിയുടെ തീരുമാനം, അതായത് നിലവിൽ കേസുണ്ട്, ആ കേസ് അന്തിമ വിധിക്ക് അനുസരിച്ചായിരിക്കും ഇതിലൊരു തീരുമാനം പ്രാബല്യത്തിൽ വരിക എന്നുള്ളതാണ്. എന്തായാലും ഇത്തരം നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് അവരും വ്യക്തമാക്കുകയാണ്. എന്തായാലും ഇന്നത്തെ ഈ കോടതി വിധികളെ ലംഘിച്ചുകൊണ്ടാണ് ഫലത്തിൽ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതെന്ന് ചൂണ്ടിക്കാണിക്കുകയാണ് വിമത വിഭാഗം ചെയ്യുന്നത്. എന്തായാലും നിലവിൽ ക്നാനായ സമുദായത്തെ സംബന്ധിച്ച്, ക്നാനായ യാക്കോബായ സഭയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനത്തിലേക്ക് അവർ എത്തിയിരിക്കുകയാണ്. മുൻപുള്ളതുപോലെ തന്നെ ഉൾഭരണ അധികാരം അത് തുടരുമെന്നാണ് അസോസിയേഷൻ വ്യക്തമാക്കുന്നത്. കൊച്ചിയിൽ യുവാവിന് നേരെ ഗുണ്ടാ നേതാവിന്റെ കൊലവിളി. കൊച്ചിയിലെ രഹസ്യ കേന്ദ്രത്തിലെത്തിച്ചാണ് യുവാവിനെ ഭീഷണിപ്പെടുത്തിയത്. ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുമെന്നും ഗുണ്ടാ നേതാവിന്റെ ഭീഷണി യുവാവിനെ മുട്ടിൽ നിർത്തി ഭീഷണിപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ ന്യൂസ് 8-ന് ലഭിച്ചു. നീ ആരോടെങ്കിലും പറഞ്ഞ ഇതായിരിക്കും വീഡിയോ കാണിക്കണം. വീഡിയോ എടുത്തോടാ. കേട്ടാ പറഞ്ഞത് നീ ഇതാ വർദ്ധിക്കരുത്. ഇ.പി. ജയരാജൻ വധശ്രമ കേസിൽ KPCC അധ്യക്ഷൻ കെ. സുധാകരന് ക്ലീൻ ചിറ്റ്. സുധാകരൻ വിചാരണ നേരിടണമെന്ന തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതി ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കി. കുറ്റവിമുക്തനാക്കണമെന്ന വിടുതൽ ഹർജി നിരസിച്ച വിചാരണ കോടതി നടപടി നിയമപരം അല്ലെന്ന് വിലയിരുത്തിയാണ് ജസ്റ്റിസ് സിയാദ് റഹ്മാന്റെ ഉത്തരവ്. രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ള കെട്ടുകഥയെന്നായിരുന്നു UDF നേതാക്കളുടെ പ്രതികരണം. വിധി ഇടതുപക്ഷത്തിന് കനത്ത തിരിച്ചടിയെന്ന് കെ. സുധാകരൻ പ്രതികരിച്ചു. താനായിരുന്നില്ല, പിണറായി വിജയനായിരുന്നു ലക്ഷ്യമെന്ന് പ്രതികരിച്ച ഇ.പി. ജയരാജൻ സർക്കാർ സുപ്രീംകോടതിയിൽ അപ്പീൽ ഫയൽ ചെയ്യണമെന്നാവശ്യപ്പെട്ടു. 1995 ഏപ്രിൽ 12-ന് ചണ്ഡീഗഡിൽ CPM-ന്റെ പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞ് മടങ്ങിവരവെയായിരുന്നു ഇ.പി. ജയരാജനെതിരെ ട്രെയിനിൽ ആക്രമണമുണ്ടായത്. വലിയ രാഷ്ട്രീയ കൊള്ളക്കമുണ്ടാക്കിയ സംഭവമാണത്. പിന്നീട് കണ്ണൂരിൽ നിരവധി ഏറ്റുമുട്ടൽ ഇതിന്റെ പേരിൽ നടക്കുകയും ചെയ്തിരുന്നു. ഇ.പി. ജയരാജൻ മാത്രമല്ല, പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള CPM-ന്റെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ആ ട്രെയിനിൽ ഉണ്ടായിരുന്നു. അത് പിണറായി വിജയൻ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടന്നതെന്ന വിലയിരുത്തലും ആരോപണവും അന്ന് തന്നെ ഉയർന്നു വന്നിരുന്നു. ഏതായാലും വർഷങ്ങൾ നീണ്ട നിയമ നടപടികൾ, ആരോപണ പ്രത്യാരോപണങ്ങൾ, അതുപോലെ തന്നെ ഓരോ കേസിന്റെ നിരവധി നാൾവഴികൾ താണ്ടിയാണ് ഇപ്പോൾ ഈ കേസിൽ ഹൈക്കോടതി കെ. സുധാകരനെ കുറ്റവിമുക്തനാക്കിയിരിക്കുന്നത്. സുധാകരനെതിരെ ഗൂഢാലോചന കുറ്റമാണ് അന്ന് ചുമത്തിയത്. അതിൽ നിന്ന് അദ്ദേഹത്തെ ഇപ്പോൾ ഹൈക്കോടതി ഒഴിവാക്കിയിരിക്കുന്നു. എന്നാൽ ഇതുകൊണ്ട് പ്രശ്നങ്ങൾ തീരില്ല. സർക്കാർ തന്നെ പിണറായി വിജയൻ ലക്ഷ്യമിട്ടാണ് ആക്രമണം ഉണ്ടായതുകൊണ്ട് സർക്കാർ അപ്പീൽ പോകണമെന്നാണ് ഇ.പി. ജയരാജന്റെ നിലപാട്. സർക്കാർ അപ്പീൽ പോകാൻ തന്നെയാണ് സാധ്യത. കോടതിയെ തെളിവുകൾ വേണ്ടത്ര ബോധ്യപ്പെടുത്താൻ സാധിക്കാതെ വന്നാൽ ചിലപ്പോൾ കുറ്റവാളികൾ രക്ഷപ്പെട്ടേക്കും. ഒരു കുറ്റവാളിയും രക്ഷപ്പെടാൻ പാടില്ല. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതാണ് നമ്മുടെ നീതിന്യായ വ്യവസ്ഥയുടെ ശക്തമായ അടിത്തറ. അതുകൊണ്ട് സുപ്രീം കോടതിയിൽ അപ്പീൽ കൊടുക്കണമെന്ന് ഗവൺമെൻറ്റിനോട് അഭ്യർത്ഥിക്കുകയാണ്. പരാതിക്കാരൻ എന്നുള്ളത് കൊണ്ട് എനിക്കും നിയമപരമായി പരിശോധിച്ചുകൊണ്ട് സുപ്രീം കോടതിയിൽ പോകാൻ സാധിക്കുമെങ്കിൽ സുപ്രീം കോടതിയിൽ പോകാൻ തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കെ. സുധാകരനെ കേസിൽപ്പെടുത്തിയ രാഷ്ട്രീയ ഗൂഢാലോചന എന്ന ആരോപണം അന്നു മുതൽ കോൺഗ്രസ് നേതൃത്വം ഉന്നയിച്ചിരുന്നു. ആ ആരോപണം ഇന്നും അവർ ആവർത്തിക്കുന്നു. കോൺഗ്രസ് എടുത്ത നിലപാട് ശരിയാണ്. അതിൽ അടിവരയിട്ടുകൊണ്ടാണ് ഹൈക്കോടതിയുടെ വിധി പുറത്തു വന്നിരിക്കുന്നത്. മനഃപൂർവ്വമായിട്ടാണ് ആ ഗൂഢാലോചനയിൽ കെ. സുധാകരനെ മാത്രമല്ല CMB രാഘവനെയും അന്ന് അതിനകത്ത് പെടുത്താൻ നോക്കി. അത് തെറ്റായിരുന്നു. രാഷ്ട്രീയ ഉദ്ദേശത്തോടുകൂടി രാഷ്ട്രീയ നേതാക്കളെ ക്രിമിനൽ കേസിൽ പ്രതിയാക്കാൻ നടത്തിയ CPM-ന്റെ ഗൂഢാലോചനയായിരുന്നു അതിന്റെ പിന്നിലെന്ന് ഇപ്പോൾ വ്യക്തമായി.
ഹൈക്കോടതി കെ സുധാകരനെ കുറ്റമുക്തനാക്കിയെങ്കിലും ഇതുകൊണ്ട് പ്രശ്നങ്ങൾ തീരാൻ പോകുന്നില്ല. കൂടുതൽ നിയമ നടപടികളിലേക്ക് ഈ കേസ് മുന്നോട്ട് പോകുമെന്ന് ഉറപ്പാണ്. സുപ്രീം കോടതിയിൽ വൈകാതെ സംസ്ഥാന സർക്കാർ അപ്പീലുമായി പോകും. ഇ പി ജയരാജനും ഒരുപക്ഷെ അതിൽ കക്ഷി ചേരാൻ സാധ്യതയുണ്ട്. കണ്ണൂർ രാഷ്ട്രീയം വീണ്ടും നേതാക്കൾ തമ്മിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങളുമായി ഇപ്പോൾ തന്നെ ശക്തമായ രാഷ്ട്രീയ പോര് നടക്കുന്ന സാഹചര്യം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ കേസ് ആ കണ്ണൂർ രാഷ്ട്രീയത്തിൽ വീണ്ടും കൂടുതൽ ചലനങ്ങൾ ഉണ്ടാക്കുമെന്ന് ഉറപ്പാണ്. കൂടുതൽ ആരോപണങ്ങളും വെളിപ്പെടുത്തലുകളുമായി നേതാക്കൾ രംഗത്തെത്തും. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നിരവധി ആരോപണങ്ങളാണ് പരസ്പരം ഉന്നയിച്ചിരുന്നത്. കെ സുധാകരൻ ഇതിലെ ബന്ധം എം വി രാഘവന്റെ അടക്കം പേര് പലപ്പോഴും ഈ കേസുമായി ബന്ധപ്പെട്ട് പറഞ്ഞു കേട്ടിരുന്നതാണ്. അതുമായി ബന്ധപ്പെട്ടും കൂടുതൽ ചർച്ചകൾ കണ്ണൂർ രാഷ്ട്രീയത്തിൽ ഉണ്ടാകും. ഏതായാലും സുപ്രധാനമായ ഒരു കോടതി വിധിയാണ് ഹൈക്കോടതിയിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത്. മുഖ്യമന്ത്രിയുടെ വിദേശയാത്ര സ്വന്തം ചെലവിലെന്ന് വിവരാവകാശ രേഖ. യാത്ര ഔദ്യോഗികമല്ലെന്നും തീർത്തും സ്വകാര്യമെന്നും മറുപടിയിൽ പറയുന്നു. മുഖ്യമന്ത്രിയുടെ വിദേശയാത്ര വിവാദമായ സാഹചര്യത്തിലാണ് ഈ വെളിപ്പെടുത്തൽ. മുഖ്യമന്ത്രിയും കുടുംബവും നടത്തിയ വിദേശയാത്രയിൽ സർക്കാർ ഖജനാവിലെ പണം ചെലവഴിച്ചിട്ടില്ലെന്ന് വിവരാവകാശ ചോദ്യത്തിന് മറുപടി. വിവരാവകാശ പ്രവർത്തകൻ എം കെ ഹരിദാസിന് നൽകിയ മറുപടിയിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഈ മാസം 6-ാം തീയതി മുതൽ ദുബായ്, സിംഗപ്പൂർ, ഇന്തോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് നടത്തിയ യാത്ര ഔദ്യോഗികമല്ലെന്നും മറുപടിയിൽ വ്യക്തമാക്കി. മുഖ്യമന്ത്രിക്ക് പുറമെ മന്ത്രി മുഹമ്മദ് റിയാസ്, ഗണേഷ് കുമാർ എന്നിവരും വിദേശയാത്ര നടത്തിയത് വിവാദമായിരുന്നു. എന്നാൽ ആരോപണങ്ങളിൽ യാഥാർത്ഥ്യമില്ലെന്നും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള മന്ത്രിമാർ വിദേശയാത്രയ്ക്ക് പോയത് പൊതുഖജനാവിൽ നിന്നുള്ള പണം ഉപയോഗിച്ചല്ലെന്നുമാണ് സർക്കാർ വിശദീകരണം. യാത്രയിൽ പേഴ്സണൽ സ്റ്റാഫോ സർക്കാർ ജീവനക്കാരോ സുരക്ഷാ ഉദ്യോഗസ്ഥരോ ഉണ്ടായിരുന്നില്ലെന്നും യാത്ര ആരും സ്പോൺസർ ചെയ്തതല്ലെന്നും വ്യക്തമാക്കുന്നുണ്ട്. ന്യൂസ് 18 കൊച്ചി. ബിലീവേഴ്സ് ഈസ്റ്റ് ചർച്ച് തലവൻ അത്തനേഷ്യസ് മാർ യോഹനാന്റെ കബറടക്ക ചടങ്ങുകൾ പൂർത്തിയായി. സെന്റ് തോമസ് ബിലീവേഴ്സ് ചർച്ച് കത്തീഡ്രലിനോട് ചേർന്നാണ് അന്ത്യവിശ്രമ സ്ഥലം. സംസ്ഥാന ബഹുമതിയോടെയായിരുന്നു ചടങ്ങുകൾ. ആയിരക്കണക്കിന് ആളുകളാണ് അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിച്ചത്. രാസമാലിന്യം പെരിയാറിൽ തള്ളിയതിനെ തുടർന്ന് മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങിയതിൽ വൻ പ്രതിഷേധം. ചത്ത മത്സ്യവുമായി മലിനീകരണ നിയന്ത്രണ ബോർഡ് ഓഫീസ് കർഷകർ ഉപരോധിച്ചു. എടയാർ, ഏലൂർ, ചേരാനെല്ലൂർ, വരാപ്പുഴ, മൂലംപിള്ളി ഭാഗങ്ങളിലാണ് മത്സ്യങ്ങൾ ചത്തുപൊങ്ങിയത്. സംഭവത്തിൽ അടിയന്തര അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കാൻ ജില്ലാ കളക്ടർ NSK ഉമേഷ് മലിനീകരണ നിയന്ത്രണ ബോർഡിന് നിർദ്ദേശം നൽകി. ജില്ലാ കളക്ടർ വിളിച്ചു ചേർത്ത ഉദ്യോഗസ്ഥരുടെ അടിയന്തര യോഗത്തിലാണ് നിർദ്ദേശം. വിശദമായ അന്വേഷണം നടത്താൻ ഫോർട്ട് കൊച്ചി സബ് കളക്ടറുടെ നേതൃത്വത്തിൽ കമ്മിറ്റി രൂപീകരിച്ചു. പെരിയാറിൽ രാസമാലിന്യങ്ങൾ കലർന്നതിനെ തുടർന്ന് മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തൊടുങ്ങുന്നത് തുടരുകയാണ്. ഇന്നലെ രാത്രി 8 മണിയോടുകൂടിയാണ് സംഭവമുണ്ടായത്. ഏലൂർ, ചേരാനല്ലൂർ, വരാപ്പുഴ, മൂലംപള്ളി വരെയുള്ള ഭാഗങ്ങളിൽ മത്സ്യങ്ങൾ ശ്വാസം കിട്ടാതെ പുഴയുടെ മേൽത്തട്ടിലെത്തി പിന്നീട് ചത്തുപോയതാണ് കണ്ടത്. പാതാളം റെഗുലേറ്റർ കം ബ്രിഡ്ജിനോട് ചേർന്നുള്ള ഭാഗങ്ങളിലാണ് ചത്ത മത്സ്യങ്ങളെ കൂട്ടത്തോടെ ആദ്യമായി കണ്ടെത്തിയത്. എടയാർ വ്യവസായ മേഖലകളിലെ മാലിന്യങ്ങൾ പുഴയിലേക്ക് തള്ളിയതാണ് ഇത്തരത്തിൽ വലിയൊരു ദുരന്തത്തിന് കാരണമായതെന്നാണ് കർഷകർ ആരോപിക്കുന്നത്. കണ്ടാലേ അത്തറും ചങ്ക് പൊട്ടിപ്പോവും. അതേണ അവസ്ഥ. പാല് കളറെന്ന് പറഞ്ഞാലല്ലേ, പാലിന്റെ കളറാർന്ന്. അവിടെ ഒരു പൂച്ചൂട്ടി പോലും ഇല്ല. ഇനി വരാപ്പുഴ പഞ്ചായത്തിലെ വരാപ്പുഴ പഞ്ചായത്ത് തന്നെയല്ല, കടമക്കുടി, വരാപ്പുഴ, കോട്ടുള്ളി ആ ഭാഗം മൊത്തം നശിച്ചേക്കാണ്. ഇതിനൊരു നടപടി ഉണ്ടായില്ലെങ്കിൽ ഇത് ഞങ്ങൾ വേറെ വിധത്തിലായിരിക്കും ഇനി പ്രതികരിക്കാൻ പോകുന്നത്. മത്സ്യകൃഷി നടത്തിയ കർഷകർക്ക് ലക്ഷങ്ങളുടെ നാശനഷ്ടമാണ് ഉണ്ടായത്. മാലിന്യങ്ങൾ ഒഴുക്കിയതിനെതിരെ പ്രതിഷേധം ശക്തമാക്കുകയാണ്. മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തൊടുങ്ങുമ്പോഴും അധികൃതർ ഇക്കാര്യത്തിൽ ഇടപെട്ടിട്ടില്ല എന്നാണ് പരാതി. അതിനിടെ മത്സ്യ കർഷകർ ചത്ത മീനുകളുമായി ഏലൂർ മലിനീകരണ നിയന്ത്രണ ബോർഡിലെത്തി പ്രതിഷേധിച്ചു. ഒരു വർഷത്തോളം ചിലപ്പോൾ സൗജന്യ റേഷൻ എന്തെങ്കിലും അനുവദിക്കേണ്ടി വരും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ കുടുംബങ്ങളൊക്കെ പട്ടിണിയാണ്. ഈ മത്സ്യം കൊണ്ട് ജീവിക്കുന്ന ആളുകളാണ്. വരാപ്പുഴ മാർക്കറ്റിലേക്ക് നിങ്ങൾക്ക് വന്നാലറിയാം, എല്ലാവരും മത്സ്യത്തൊഴിലാളികളാണ്. ആ ഭാഗത്തുള്ള എല്ലാവരും മത്സ്യം പിടിച്ച് ജീവിക്കുന്ന ആളുകളാണ്. അപ്പോൾ ഇതിനൊരു പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ട് ഏതറ്റം വരെയും പോകാൻ ഞങ്ങൾ തയ്യാറാണ്. ഇത്രയധികം മത്സ്യങ്ങൾ ചത്തുപൊങ്ങുന്നത് ആദ്യമായിട്ടാണ്. മതിയായ നഷ്ടപരിഹാരം നൽകണമെന്നാണ് കർഷകരുടെ ആവശ്യം. ചത്തുപൊങ്ങിയ കെട്ടിലെ മത്സ്യങ്ങൾ പുഴയിലേക്ക് തന്നെ ഒഴുക്കിവിടാനാണ് കർഷകരുടെ തീരുമാനം. അതേസമയം ഈ മീനുകൾ മാർക്കറ്റിൽ വിൽക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന പരാതിയെ തുടർന്ന് മാർക്കറ്റുകളിൽ പരിശോധന നടത്തി. കാസർഗോഡ് 10 വയസ്സുകാരിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ പ്രതിയെ കണ്ടെത്താനായി അന്വേഷണം ഊർജിതമാക്കി. കുടക് സ്വദേശിയായ പ്രതി കർണാടകയിലേക്ക് കടന്നതായാണ് സൂചന. സംഭവം നടന്ന ബുധനാഴ്ച രാവിലെ മുതൽ ഇയാളെ കാണാനില്ലായിരുന്നു. ഇയാളെ പിടികൂടിയാൽ മാത്രമേ സംഭവം സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകൂ. നിലവിൽ കേസിൽ ആരെയും പ്രതി ചേർത്തിട്ടില്ലെന്ന് പോലീസ് അറിയിച്ചു.
കണ്ണൂർ പയ്യന്നൂരിൽ വൻ കവർച്ച. 75 പവൻ സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടാക്കൾ കവർന്നു. പെരുമ്പയിലെ CH സുഹറയുടെ വീട്ടിലാണ് കവർച്ച നടന്നത്. ഇരുനില വീടിന്റെ മുകൾ നിലയിൽ കുടുംബാംഗങ്ങൾ ഉറങ്ങുമ്പോൾ താഴെയുള്ള മുറിയിലാണ് കവർച്ച നടന്നത്. പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം തുടങ്ങി. പാലക്കാട് മണ്ണാർക്കാട് നഗരമധ്യത്തിൽ കഞ്ചാവ് ചെടി. മണ്ണാർക്കാട് കോടതിപ്പടിയിൽ നഗരവൽക്കരണത്തിന്റെ ഭാഗമായി സ്ഥാപിച്ച ചെടിച്ചട്ടിയിൽ നിന്നാണ് കഞ്ചാവ് ചെടി കണ്ടെടുത്തത്. 25 സെന്റിമീറ്റർ നീളം വരുന്ന കഞ്ചാവ് ചെടിയാണ് കണ്ടെത്തിയത്. എക്സൈസ് ഉദ്യോഗസ്ഥരെത്തി കഞ്ചാവ് ചെടി പിടിച്ചെടുത്തു. ലോക വെറ്ററൻസ് മീറ്റിൽ പങ്കെടുക്കാൻ പണമില്ലാതെ ബുദ്ധിമുട്ടിയിരുന്ന കോട്ടയം സ്വദേശി പൊന്നമ്മയുടെ സ്പോൺസർഷിപ്പ് ഏറ്റെടുത്ത് മൈജി. ശ്രീലങ്കയിൽ നടക്കുന്ന ലോക വെറ്ററൻസ് മീറ്റിൽ 200 മീറ്റർ, 400 മീറ്റർ, 200 മീറ്റർ മത്സരങ്ങളിൽ പൊന്നമ്മ പങ്കെടുക്കും. അയോധ്യയിൽ നടക്കുന്ന ഇന്റർനാഷണൽ വെറ്ററൻസ് മീറ്റിലും പൊന്നമ്മ മത്സരിക്കും. 2017 സ്പെയിനിൽ നടന്ന ലോക വെറ്ററൻസ് മീറ്റിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ചിരുന്നു പൊന്നമ്മ. പൊന്നമ്മയെക്കുറിച്ചുള്ള വാർത്തകൾ ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് മൈജി ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ AK ഷാജി സ്പോൺസർഷിപ്പ് ഏറ്റെടുത്തത്. തിരുവനന്തപുരം SP മെഡിഫോർട്ട് ആശുപത്രി പ്രവർത്തനം ആരംഭിച്ചു. ലോകോത്തര സാങ്കേതിക സൗകര്യങ്ങളോടെയുള്ള ആശുപത്രി ഈഞ്ചക്കലിലാണ് പ്രവർത്തനം തുടങ്ങിയത്. 5 ലക്ഷം സ്ക്വയർ ഫീറ്റ്, 500 ബെഡുകൾ, 50-ലധികം സ്പെഷ്യാലിറ്റികൾ അത്യാധുനിക ആശുപത്രിയുടെ പ്രത്യേകതകളാണ്. 170 ക്യൂബിക്കൽ ICU ബെഡുകൾ, നിർമ്മിത ബുദ്ധിയുടെ സേവനത്തോടെയുള്ള 3D ഹൈബ്രിഡ് കാത്ത് ലാബ്, ന്യൂറോ സർജറിക്കുള്ള റോബോട്ടിക് സർജറി സംവിധാനം, ലാബ് സാമ്പിളുകൾ പെട്ടെന്നെത്തിക്കാനുള്ള ന്യൂമാറ്റിക് ട്യൂബ്സ് സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്. എല്ലാവർക്കും ഈക്വൽ ഇമ്പോർട്ടൻസ്. എല്ലാ ആർത്തോ മാത്രമല്ല, ആർത്തോയിൽ ഞങ്ങൾ ഉണ്ടാക്കിയ പേര് ബാക്കിയുള്ള ഡിപ്പാർട്ട്മെന്റിലും ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ള ജനങ്ങളുടെ കോൺഫിഡൻസ് എടുക്കുക എന്നുള്ളതാണ്. അതിന് തക്കനെയാണ് ഞങ്ങൾ ഡിപ്പാർട്ട്മെന്റിനെയും എക്യുപ്മെന്റ്സിനെയും എല്ലാം സജ്ജീകരിച്ചു. എല്ലാ ഡിപ്പാർട്ട്മെന്റുകൾക്കും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് ആർത്തോയ്ക്കും കൊടുത്ത് അങ്ങനെയാണ് നമ്മൾ സജ്ജീകരിച്ചിട്ടുള്ളത്. ഇത്തരം ഒരു ആംബിയൻസിനെ കാണുമ്പോൾ വളരെ ട്രീറ്റ്മെന്റ് കാസ്റ്റ് കൂടുതലായിരിക്കുമെന്നുള്ളൊരു തോന്നൽ വരും. അത് നിങ്ങൾ ഡ്യൂ കോഴ്സിൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഞങ്ങൾ വന്ന് ഏറ്റവും സെയിം റേറ്റ് ആസ് SG ഫോർട്ടിൽ എന്ത് ട്രീറ്റ്മെന്റ് കാസ്റ്റ് നമ്മൾ ചെയ്യുന്നു ആ കാസ്റ്റിൽ തന്നെ കൊടുക്കുന്നു. അതേപോലെ നിങ്ങളിപ്പം നോക്കുകയാണെങ്കിൽ ഈ കോസ്റ്റ കാഫിയൊക്കെ 220 രൂപയാണ് വെളിയിലുള്ളത്. ഞങ്ങൾ 100 രൂപയ്ക്കാണ് ഞങ്ങൾ കൊടുക്കുന്നത്. ഏതൊരു ബ്രാൻഡഡ് ഐറ്റങ്ങളായാലും സാധാരണ ആൾക്കാർക്കും അഫോർഡ് ചെയ്യുന്നതിന്റെ ഒരു എക്സാമ്പിളായിട്ട് ഞങ്ങൾ ആദ്യം കയറുമ്പോൾ തന്നെ ആൾക്കാർക്ക് അങ്ങനെ ചെയ്യുന്നു. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 6830 രൂപ, പവന് 54,640 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 5690 രൂപ, പവന് 45,520 രൂപ. വെള്ളി ഗ്രാമിന് 99 രൂപ, കിലോയ്ക്ക് 99,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ന്യൂസ് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നമസ്കാരം. Amrit Veni.